അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, വിദ്യാർത്ഥികളെ, ജൂൺ 5 പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ചർച്ചയിലാണ് നാമൊക്കെ ഉള്ളത്. കുറച്ചു കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കാം. അതും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരോട്, പരിസ്ഥിതി ദിനം എന്ന് പറയുമ്പോൾ കേവലം കുറച്ച് തൈകൾ, ചെടികൾ, വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്ന് മാത്രമല്ല. പരിസ്ഥിതി എന്ന് പറയുന്നതിന്റെ ഉള്ളിൽ വരുന്ന എല്ലാം സംരക്ഷിക്കേണ്ട ബാധ്യതയും അതിന്റെ ചുമതലയും അതിന്റെ ഉത്തരവാദിത്വവും ഒക്കെ നിറവേറ്റപ്പെടേണ്ടതാണ്. അതെല്ലാം തച്ച് തകർത്ത് പ്രകൃതിയുടെ വിഭവങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രത്യേകമായി ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആചരിക്കുകയാണ്. ഈ പരിസ്ഥിതി ദിനത്തിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് എന്നെ കൊണ്ടാവുന്നതെല്ലാം ചെയ്യുമെന്നൊരു പ്രതിജ്ഞയാണ് നാം എടുക്കേണ്ടത്. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധമായ ഇസ്ലാം വളരെ നല്ല രീതിയിൽ അതിന്റെ കാഴ്ചപ്പാടുകൾ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. സൂറത്തുൽ അഅറാഫിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്, ഭൂമിയിൽ വളരെ നന്മയോടുകൂടെ അള്ളാഹു ഭൂമിയെ സംവിധാനിച്ചതിനു ശേഷം നിങ്ങൾ അതിൽ ഫസാദ് ഉണ്ടാക്കരുത് എന്ന്. അപ്പൊ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി അള്ളാഹു കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഭൂമിയുടെ ഘടനയെ തന്നെ മാറ്റിമറിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലും നമ്മൾ പിന്മാറേണ്ടതുണ്ട്. അതാണ് കൃത്യമായി ഓർമ്മപ്പെടുത്തിയത്. ഇസ്ലാം മാത്രമല്ല, മറ്റു എല്ലാ മതങ്ങളും ഭൂമി സംരക്ഷണത്തിനെ കുറിച്ച് അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണത്തിനെ കുറിച്ച് വളരെ കൃത്യമായി മനോഹരമായ അധ്യാപനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹിന്ദുമതത്തിൽ ഭൂമി ഭൂമാതാവായി പൂജിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വൃക്ഷങ്ങളെ ദൈവ സമന്മാരായി കാണുന്നു. വൃക്ഷാരോപണവും പശു സംരക്ഷണവും ധാർമ്മിക ബാധ്യതകളാണ് അവർക്ക്. അതുപോലെ തന്നെ ക്രിസ്തു മതത്തിൽ ദൈവം സൃഷ്ടിച്ച എല്ലാ ജീവജാലങ്ങളെയും ആദരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടതിന്റെ ഉത്തരവാദിത്വം മനുഷ്യനിക്ക് നൽകിയിട്ടുണ്ട്. സൃഷ്ടിയുമായി ചേർന്ന് ജീവിക്കുക എന്നതാണ് അതിലുള്ള സന്ദേശം. അതുപോലെ ബുദ്ധമതത്തിൽ അഹിംസ എന്ന സിദ്ധാന്തത്തിലൂടെ എല്ലാ ജീവികളോടും സ്നേഹവും കരുണയും കൈവരിക്കാനാണ് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പ്രകൃതിയോടുള്ള ഹാനികരമായ ഇടപെടലുകൾ അഹിംസയുടെ വിരുദ്ധമാണ്. ജൈനമതം പഠിപ്പിക്കുന്നത് പ്രകൃതിയിലുണ്ടാകുന്ന ഏറ്റവും ചെറുതായവയും ആദരിക്കപ്പെടണം. ഒരു തുള്ളി വെള്ളത്തിലും ജീവൻ കാണുന്ന ദൃഷ്ടികോണമാണത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധമായ ഇസ്ലാം മനുഷ്യനെ ഭൂമിയുടെ ഖലീഫ എന്നാണ് അല്ലാഹു തആല പരിചയപ്പെടുത്തിയത്. വലിയ ഉത്തരവാദിത്വമാണ് മനുഷ്യന് നൽകിയിട്ടുള്ളത്. നദികളെ മലിനമാക്കരുത്, മൃഗങ്ങളോടും അതുപോലെ തന്നെ മണ്ണോടും കരുണ കാണിക്കണം എന്നതാണ് പ്രബോധനം. പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിൽ ഒരു തങ്കലിപികളിൽ രേഖപ്പെട്ട ഒരു ചരിത്രം കാണാൻ സാധിക്കും. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു ആഗ്രഹിച്ചപ്പോ അദ്ദേഹത്തിന്റെ ഉടമ അദ്ദേഹത്തോട് പറഞ്ഞത്, നീ എനിക്ക് 300 ഈത്തപ്പന മരം നട്ടുപിടിപ്പിച്ചു തരണമെന്നാണ്. 300 ഈത്തപ്പന തൈകൾ കൊണ്ടുപോവാ, എന്നിട്ട് അതെല്ലാം നട്ടുപിടിപ്പിച്ചുകൊണ്ട് എന്നിട്ട് അത് നട്ട് ഫലം കിട്ടിയ എനിക്ക് നൽകണം. കൂടാതെ 40 ഓക്കിയ വെള്ളി നൽകണം. എന്നാൽ നിന്നെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാമെന്ന് പറഞ്ഞപ്പോ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമക്ഷത്തിൽ വന്നു. അദ്ദേഹം നബിയോട് പറഞ്ഞു, നബിയെ, എനിക്ക് അടിമത്ത മോചനം വേണം. പക്ഷേ എന്റെ അടിമത്ത മോചനത്തിന് വേണ്ടി എന്റെ യജമാനൻ പറഞ്ഞത് 300 ഈത്തപ്പന തൈകൾ നട്ടുപിടിപ്പിച്ച് അതിൽ ഈത്തപ്പഴമുണ്ടായ അയാൾക്ക് നൽകുകയും 40 ഓക്കിയ വെള്ളി നൽകുകയും ചെയ്യണമെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൽമാൻ ഫാരിസിയോട് പറഞ്ഞത്, നീ 300 ഈത്തപ്പന തൈകൾ കൊണ്ടുവാ, ഞാൻ നിനക്ക് വേണ്ടി എന്റെ കൈ കൊണ്ട് നട്ടുതരാം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ബറക്കത്താക്കപ്പെട്ട കൈ കൊണ്ട് ഓരോ തൈയും നട്ടു. തുടർന്ന് എല്ലാം വളർന്നു. വളരെ പെട്ടെന്ന് തന്നെ അതിലൊക്കെ ഫലവും ലഭിച്ചു. അങ്ങനെ അത് നൽകുകയും 40 ഓക്കിയ വെള്ളിയും കൊടുത്ത് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹുവിനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു.
എത്ര മനോഹരമായാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചലഞ്ചായി അത് ഏറ്റെടുത്തത്. എന്നിട്ട് ആ ഈത്തപ്പന തൈകളൊക്കെ നട്ടുപിടിപ്പിച്ച് തന്റെ ഒരു അനുചരന് മോചനം നൽകുകയാണ്, അടിമത്തത്തിൽ നിന്ന് മോചനം നൽകുകയാണ് ചെയ്യുന്നത്. വലിയൊരു സന്ദേശം അവിടെ നൽകുന്നുണ്ട്. ഈത്തപ്പന മരങ്ങൾ തൈകൾ നടുന്നതോടുകൂടെ ഒരു മനുഷ്യന് മോചനം ലഭിക്കുകയാണ്. അതിലൂടെ അതുപോലെ നമ്മളൊരു തൈ നട്ടുപിടിപ്പിക്കുമ്പോ ആ തൈ വളർന്ന് വലുതായി അതിൽ നിന്ന് പഴങ്ങളുണ്ടായി അത് പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഭക്ഷിക്കുന്നു. മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, നിങ്ങൾ നട്ടു വളർത്തിയ ഒരു മരം, ആ മരത്തിൽ നിന്ന് പക്ഷികൾ ഭക്ഷിച്ചു, മനുഷ്യൻ മൃഗങ്ങൾ അതൊക്കെ ഉപകരിച്ചു, അവർക്കൊക്കെ അത് ഉപകരിക്കുകയാണെങ്കിൽ, അതിന്റെ ഫലം ഉപകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വതക്കയുടെ പ്രതിഫലമുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയ ഹദീസാണിത്. അതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, അന്ത്യനാളാണെന്ന് ഉറപ്പായാൽ പോലും നിന്റെ കയ്യിൽ ഒരു മരക്കൊള്ളി ഉണ്ടെങ്കിൽ അത് ഭൂമിയിൽ നീ കുഴിച്ചിടുക എന്ന്. അത്രത്തോളം കൃഷി നടുന്നതിനെ പറ്റി, വൃക്ഷങ്ങൾ നടുന്നതിനെ പറ്റി, പ്രകൃതി സംരക്ഷണത്തിനെ കുറിച്ച് കൃത്യമായ ബോധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്നുണ്ട്. നോക്ക് നിങ്ങൾ, ഈ ജൂൺ 5 ഈ പരിസ്ഥിതി ദിനത്തിൽ നാം തിരിച്ചറിയേണ്ട ചില സംഗതികളുണ്ട്. കേവലം മരം നടല് അല്ലെ ചെടികൾ നടുക എന്നത് മാത്രമല്ല, നമ്മുടെ പരിസ്ഥിതി മുഴുവനും സംരക്ഷിക്കപ്പെടേണ്ടതാണ്, അതൊക്കെ വൃത്തിയാക്കപ്പെടേണ്ടതാണ്. ഇവിടെയുള്ള മലകളൊക്കെ ഇടിച്ചു നിരത്തി പ്രകൃതിയെ തകരാറിലാക്കരുത്. അതുപോലെ തന്നെ ഇവിടുത്തെ മരങ്ങൾ വെട്ടിമുറിച്ച് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുത്തരുത്. ഇവിടെ മനുഷ്യരെ ആക്രമിച്ച്, മൃഗങ്ങളെ ആക്രമിച്ച്, പക്ഷികളെ വേട്ടയാടി ഇവയൊക്കെ ചെയ്തുകൊണ്ട് ഭൂമിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുത്തിക്കളയരുത്, ഇല്ലായ്മ ചെയ്യരുത്. എല്ലാം പ്രകൃതിയുടെ വിഭവങ്ങളാണ്. മനുഷ്യരാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും പക്ഷികളാണെങ്കിലും സസ്യങ്ങളാണെങ്കിലും ചെടികളാണെങ്കിലും ഈ ഭൂമി മുഴുവനും ഒക്കെ എല്ലാം സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഇവിടെ ഒഴുകുന്ന നദികൾ, അതിൽ പ്ലാസ്റ്റിക്കുകളും വിഷങ്ങളും ഒഴുക്കി അതിൽ ജീവിക്കുന്ന മത്സ്യങ്ങളെയും അതുകൊണ്ട് കുടിക്കുന്ന മനുഷ്യരെയും അവരുടെ ജീവിതത്തിന് ഹാനി സംഭവിക്കുന്ന പ്രവർത്തനം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ല. അപ്പൊ എല്ലാ വിഷയവും എല്ലാം കേവലം സൂചിപ്പിച്ചതുപോലെ ചെടികൾ, വൃക്ഷങ്ങൾ നട്ടുപിടിക്കൽ മാത്രമല്ല, ഇവയെല്ലാം പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായി വരുമെന്ന് ഈ സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ ആളുകളും ഇൻഷാ അല്ലാഹ് ഒരു മരം, ഒരു തൈയെങ്കിലും നട്ടുകൊണ്ട്, അതുപോലെ തങ്ങളുടെ ചുറ്റുഭാഗമുള്ള പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് അതിന് വേണ്ട ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മളൊക്കെ